എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ റെഗുലർ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ കേരള എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് 2025 മാർച്ചിലെ +1 +2 പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് +2 സേ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റൽ എന്നിങ്ങനെയൊക്കെ പരീക്ഷകളായിട്ട് എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 31 തീയതി വരെ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഹയർ സെക്കൻഡറി, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലോ അല്ലെങ്കിൽ DDE ഓഫീസ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള അവസരം ഡിസംബർ 31 തീയതി വരെയാണ്. അതിനുശേഷം യാതൊരുവിധ കാരണവശാലും വിദ്യാർത്ഥികൾക്ക് അവസരം, അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം നീട്ടി നൽകുന്നത് അല്ല. വിദ്യാർത്ഥികൾക്ക് സൂപ്പർ ഫൈനോട് കൂടിയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇത് സംബന്ധിച്ച് ഹയർ സെക്കൻഡറി എക്സാം ഫീ ഡേറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു സർക്കുലർ വിദ്യാഭ്യാസ, അതായത് ജോയിൻറ്റ് ഡയറക്ടർ, അതായത് പരീക്ഷ വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതായത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഡിസംബർ 31 നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. 2025 മാർച്ചിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫീസ് സൂപ്പർ ഫൈനോടുകൂടി ഒടുക്കേണ്ട അവസാന തീയതി ഡിസംബർ അല്ല, നവംബർ 28 തീയതി ആയിട്ട് സൂചന 1 പ്രകാരവും രജിസ്ട്രേഷൻ ലിങ്ക് 30/12/2024 5 മണിവരെ സൂചന 2 പ്രകാരം നിശ്ചയിച്ചിരുന്നു. ആദ്യ സൂപ്പർ ഫൈനോടുകൂടി ഫീസ് അടക്കേണ്ട അവസാന തീയതി 31/12/2024 വൈകുന്നേരം 5 മണിവരെയായിട്ടും, അതുപോലെ രജിസ്ട്രേഷൻ ലിങ്ക് ജനുവരി 1 തീയതി 2025 വൈകുന്നേരം 5 മണിവരെയായിട്ടും ദീർഘിപ്പിച്ചുകൊണ്ട് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഫീസ് അടക്കുന്നതിനായിട്ട് പ്രത്യേക അനുമതിക്കായിട്ട് അപേക്ഷിച്ചവരും പുതുക്കിയ തീയതിയിൽ തന്നെ അതത് കേന്ദ്രത്തിൽ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. പ്രസ്തുത തീയതിക്ക് ശേഷം യാതൊരു ഇളവുകളും അനുവദിക്കുന്നതല്ല എന്നുള്ളത് അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോയിൻറ്റ് ഡയറക്ടർ പരീക്ഷ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് പരീക്ഷയാണോ ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അല്ലെങ്കിൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിട്ട്, അത് നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് ഏത് സ്കൂളിലാണോ രജിസ്ട്രേഷൻ ചെയ്തത് സ്കൂളിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം എഴുതണമെങ്കിൽ 225 രൂപയാണ് വരിക. അത് നിങ്ങൾക്കിപ്പോൾ സെയിം സബ്ജക്റ്റ് തന്നെയാണ് 2 വർഷത്തെയുമായിട്ട് എഴുതുന്നതെങ്കിലും ആകെ 225 രൂപയാണ് വരിക. 225 രൂപ പെർ സബ്ജക്റ്റ് പ്ലസ് 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ്, അതുപോലെ തന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ 600 രൂപ ഫൈന് കൂടി വരുന്നത് ആയിരിക്കും. അത് സൂപ്പർ ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തൊട്ടടുത്തുള്ള സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ അപേക്ഷ നൽകുക. സ്കൂളിൽ നിന്ന് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ജില്ലയിലെ DDE ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മതി. അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമാണ്. അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് 2 ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ നിങ്ങൾ മുൻപ് പരീക്ഷ ചെയ്തപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി എന്നിവയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമുമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അപേക്ഷ ഉടൻ തന്നെ ഡിസംബർ 31 തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.